ട്രെയിൻ വന്ദേ ഭാരത് ട്രെയിൻ എത്തിക്കഴിഞ്ഞു. പ്രവർത്തകർ ഏതാണ്ട് 100ഓളം വരുന്ന പ്രവർത്തകർ ഇവിടെ തന്നെയുണ്ട്. വൻ പോലീസ് സന്നാഹവും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പുണ്ട്. സുരേഷ് ഗോപി എന്തെങ്കിലും പ്രതികരിക്കുമോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? കാരണം വലിയ കോലാഹലങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. പരസ്പരം ഏറ്റുമുട്ടുന്നു, അതുപോലെ തന്നെ മുദ്രാവാക്യം വിളി, ഓഫീസിലേക്ക് അത്തരത്തിലുള്ള മുദ്രാവാക്യം വിളികൾ ഉയർന്നു കഴിഞ്ഞു. സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. സുരേഷ് ഗോപി ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ BJP പ്രവർത്തകർ ഉയർത്തുകയാണ്. കാരണം ഒരു കാരണവശാലും സുരേഷ് ഗോപിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലേക്ക് മുദ്രാവാക്യം വിളികളാണ്, വലിയ തോതിലുള്ള മുദ്രാവാക്യം വിളികൾ നടക്കുന്നത്. അദ്ദേഹം ഒന്നും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തെ ഒരു പോലീസ് വലയത്തിലും പ്രവർത്തകരുടെ വലയത്തിലും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന കേന്ദ്രമന്ത്രിക്ക് ചുറ്റിലും വലിയൊരു പോലീസ് സേന തന്നെയുണ്ട്. ഒപ്പം പ്രവർത്തകരും ആവേശോജ്വലമായ സ്വീകരണം എന്നുള്ള രീതിയിലാണ് ഒരു ശക്തി പ്രകടനം കൂടിയായി മാറുകയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.